ഈ ആക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിങ്ങനെ ഉള്ളിലേക്ക് വയ്ക്കുക, പുറത്തേക്ക് എടുക്കുക, ഇത് താഴെ വയ്ക്കുക, ഈ മൂടി കൊണ്ട് അടയ്ക്കുക, അതേപോലെ തന്നെ ഡ്രസ്സ് ഇടുക, ഡ്രസ്സ് ഊരുക, മേക്കപ്പ് ഇടുക. ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതിലിപ്പോൾ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബ്സും അതേപോലെ തന്നെ അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫ്രേസൽ വേർബ്സ് ആണ് നമ്മൾ നോക്കുക. റിയൽ ലൈഫിലെ എക്സാമ്പിൾസ് വെച്ചാണ് നമ്മൾ ഈ പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് നോക്കാം. ഞാനിങ്ങനെ പറയുകയാണ്, ഇതിങ്ങനെ ഉള്ളിലേക്ക് വയ്ക്കുക. ഇത് ഉള്ളിലേക്ക് വയ്ക്കുക എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വേർബാണ് പുട്ട് ഇൻ. പുട്ട് ഇൻ. ഓക്കെ, ഈ മാർക്കർ എന്താണ്? ഈ ബോക്സിനുള്ളിലേക്ക് വയ്ക്കുക എന്ന് പറയുമ്പോൾ പുട്ട് ദ മാർക്കർ അല്ലേ? പുട്ട് ദ മാർക്കർ ഇൻ ദ ബോക്സ് അല്ലേ? പുട്ട് ദ മാർക്കർ ഇൻ ദ ബോക്സ്. ഇൻസൈഡ് ദ ബോക്സ് എന്നാണ് ഇൻ ദ ബോക്സ് എന്ന് ഉദ്ദേശിച്ചത്, ഉള്ളിലേക്ക് എന്നല്ലേ? പുട്ട്. ഓക്കെ, പുട്ട് ഇൻ ഉള്ളിലേക്ക്. ഓക്കെ, പുട്ട് ദ മാർക്കർ ഇൻ ദ ബോക്സ്. അതേപോലെ ഞാൻ പറയാണ്, നീ നിൻ്റെ കീസൊക്കെ എന്ത് ഡ്രോയറിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും, പുട്ട് യുവർ കീസ് ഇൻ ദ ഡ്രോവർ. പുട്ട് യുവർ കീസ് ഇൻ ദ ഡ്രോവർ. ഓക്കെ, ആ ഡ്രോയറിൻ്റെ ഉള്ളിൽ, ആ ടേബിളിലുള്ള ഡ്രോയിൻ്റെ ഉള്ളിൽ എന്താണ് കീ വെക്കാൻ പറയാണ്. സോ പുട്ട് ഇൻ എന്നാണ് ഞാൻ യൂസ് ചെയ്തല്ലേ? പുട്ട് ഇൻ. അപ്പോൾ ഉള്ളിലേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക പുട്ട് ഇൻ എന്നൊരു ഫ്രേസൽ വേർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ നോക്കുക. ഈ ഒരു മാർക്കർ എന്താണ്? ഇപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണല്ലേ, ഇപ്പോൾ ഇരിക്കുകയാണ്. ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ടേക്ക് ഔട്ട് എന്നാണ് പറയുക. ഓക്കെ, ടേക്ക് ഔട്ട്. ടേക്ക് ഔട്ട് ദ മാർക്കർ. ടേക്ക് ഔട്ട് ദ മാർക്കർ. ഓക്കെ, മാർക്കർ എന്താണ്? പുറത്തേക്ക് എടുക്കുക. ടേക്ക് ഔട്ട് ദ മാർക്കർ എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. ഈ മാർക്കർ, ഓക്കെ, ഈ ഒരു മാർക്കറിൽ ഞാൻ ഈ ക്യാപ്പ് ഇങ്ങനെ ഇടുക. ഓക്കെ, ഇതിപ്പോൾ ക്യാപ്പ് ഇങ്ങനെ തുറന്നിരിക്കുകയാണല്ലേ, ഈ ക്യാപ്പ് ഇടുക. ഈ ആക്ഷൻ ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വേർബ് പുട്ട് വെച്ചിട്ടുള്ളത് പുട്ട് ഓൺ. ഓക്കെ, പുട്ട് ഓൺ. അപ്പോൾ ഞാൻ പറയാണ്, ഈ ക്യാപ്പ് ഇടാൻ പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? പുട്ട് ഓൺ ദി ക്യാപ്പ് അല്ലേ? ക്യാപ്പ് ഇടുക. ഓക്കെ, അടപ്പിടുക. പുട്ട് ഓൺ ദി ക്യാപ്പ് എന്നാണ് പറയുക. പുട്ട് ഓൺ ദി ക്യാപ്പ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയാണ്, ഈ ഒരു ടിന്നിൽ ഇതിങ്ങനെ മൂടാന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുക? ഇതിന് നമ്മൾ ലിഡ് എന്നായിരിക്കും പറയുക. ഈ ഒരു മൂടിന് നമ്മൾ ലിഡ് എന്നാണ് പറയുക. സോ എനിക്കിങ്ങനെ പറയാൻ പറ്റും, പുട്ട് ഓൺ ദ ലിഡ്. ഓക്കെ, പുട്ട് ഓൺ ദ ലിഡ് അല്ലേ? പുട്ട് ഓൺ ദ ലിഡ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മൂടിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് പറയുക. ഇനി പുട്ട് ഓണിൻ്റെ അടുത്തൊരു യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുക, ചെരുപ്പ്, ഷൂസ് ഇടുക എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പുട്ട് ഓൺ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയാണ്, നിൻ്റെ ഡ്രസ്സ് ഇടാൻ പറയുമ്പോൾ പുട്ട് ഓൺ യുവർ ക്ലോത്ത്സ്, അല്ലെങ്കിൽ പുട്ട് യുവർ ക്ലോത്ത്സ് ഓൺ. പുട്ട് യുവർ ക്ലോത്ത്സ് ഓൺ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, നിൻ്റെ ഡ്രസ്സ് ഇട്. ഇപ്പോൾ നിൻ്റെ ഷൂസ് ഇടാൻ പറയുമ്പോൾ എങ്ങനെയാണ്? പുട്ട് യുവർ ഷൂസ് ഓൺ. പുട്ട് യുവർ ഷൂസ് ഓൺ, നിൻ്റെ ഷൂസ് ഇടാൻ പറയുമ്പോൾ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ പുട്ട് ഓണിന് ഒരു യൂസും കൂടിയുള്ളത് മെയിനായിട്ട് വരുന്നത് നമ്മൾ മേക്കപ്പ് ഇടാൻ പറയില്ല. ഓക്കെ, മേക്കപ്പ്. പുട്ട് ഓൺ ദ മേക്കപ്പ് എന്നാണ് പറയുക. ഓക്കെ, പുട്ട് ഓൺ ദ മേക്കപ്പ്. ഇപ്പോൾ ഒരാൾ ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുക? ഐ ആം പുട്ടിങ് ഓൺ ദ മേക്കപ്പ്. ഐ ആം പുട്ടിങ് ഓൺ ദ മേക്കപ്പ്. ഇനിയിപ്പോൾ അവൾ ഒരുപാട് മേക്കപ്പ് ഇട്ടു. പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയാൻ പറ്റും? ഷി പുട്ട് ഓൺ ടു മച്ച് മേക്കപ്പ് അല്ലേ? ഷി പുട്ട് ഓൺ ടു മച്ച് മേക്കപ്പ്. ഒരുപാട് മേക്കപ്പ് എന്ന് പറയാനായിട്ട് ഷി പുട്ട് ഓൺ ടു മച്ച് മേക്കപ്പ്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കുക, നമ്മൾ പുട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസൻറ്റും പാസ്റ്റൊക്കെ പുട്ട് എന്ന് തന്നെയാണ്. സോ നമ്മൾ പാസ്റ്റിൽ എങ്ങനെയാണ്? പുട്ട് ഓൺ എന്ന് തന്നെയാണ് പറയുക. പ്രസൻറ്റിലും പുട്ട് ഓൺ എന്ന് തന്നെ, പാസ്റ്റിലും നമ്മൾ പുട്ട് ഓൺ എന്ന് തന്നെയാണ് പറയുക. കാരണം പുട്ടഡ്. ഓക്കെ, പുട്ടിൻ്റെ ഒപ്പം ഈടൊന്നും നമ്മൾ ചേർക്കില്ല. പുട്ട് ഇത് തന്നെയാണ് അതിൻ്റെ പ്രസൻറ്റും പാസ്റ്റൊക്കെ വരുന്നത്. സോ നമ്മൾ ഇവിടെ എന്താണ് പാസ്റ്റിലെ കാര്യമാണ് പറഞ്ഞത്, അപ്പോൾ നമ്മൾ പുട്ട് ഓൺ എന്ന് തന്നെയാണ് പറഞ്ഞത്. അവൾ മേക്കപ്പ് ഇട്ടു, കഴിഞ്ഞ കാര്യമാണ്. ഷി പുട്ട് ഓൺ ടു മച്ച് മേക്കപ്പ് അല്ലേ? അവൾ ഒരുപാട് മേക്കപ്പ് ഇട്ടെന്ന് പറയാനായിട്ടും ഞാൻ പുട്ട് ഓൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ പ്രസൻറ്റും പാസ്റ്റൊക്കെ നമ്മൾ പുട്ട് ഓൺ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആക്ഷൻസ് അല്ലേ, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണ്. ഓക്കെ, പുട്ട് ഇൻ ആണെങ്കിലും ശരി, പുട്ട് ഓൺ ആണെങ്കിലും ശരി, പിന്നെ ടേക്ക് ഔട്ട്, ഇതൊക്കെ എന്താണ്? ബോഡി ആക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബിന് മറ്റൊരുപാട് മീനിങ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ബോഡി, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റു കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കും. ഇനി നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. ഇപ്പം എന്താണ്? ഈ ക്യാപ്പ് ഇതും ഇരിക്കുകയാണല്ലേ, ഇതെനിക്ക് എടുക്കണം, ഊരണം. അപ്പോൾ ഇങ്ങനെ ഊരുക എന്ന് പറയുമ്പോൾ ഞാൻ പറയാം ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്നാണ് പറയുക. ടേക്ക് ഓഫ്, ടേക്ക് ഇറ്റ് ഓഫ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്യാപ്പ് ഊരാൻ പറയുമ്പോൾ, ഊരാന്ന് പറയുമ്പോൾ ടേക്ക് ഓഫ് ദി ക്യാപ്പ് അല്ലേ? ടേക്ക് ഓഫ് ദി ക്യാപ്പ്. ഇതിൻ്റെ പാസ്റ്റ് എങ്ങനെയായിരിക്കും? ഞാൻ ഊരി എന്ന് പറയുമ്പോൾ ടുക്ക് ഓഫ് ദി ക്യാപ്പ് അല്ലേ? ടുക്ക് ഓഫ് ദി ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ ഡ്രസ്സ് ഊരുക എന്ന്, പുട്ട് ഓൺ എന്ന്, ഡ്രസ്സ് ഇടാൻ പറയുമ്പോൾ പുട്ട് ഓൺ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഡ്രസ്സ് ഊരുക എന്ന് പറയുമ്പോൾ നമ്മൾ ടേക്ക് ഓഫ് എന്നാണ് പറയുക. ഓക്കെ, ടേക്ക് ഓഫ് യുവർ ക്ലോത്ത്സ്. ഓക്കെ, നിൻ്റെ ഡ്രസ്സുകൾ ഊരു. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഊരണല്ലേ, എക്സ്റേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ പറയാം, ഡ്രസ്സ് ഊരാൻ പറയുമ്പോൾ ടേക്ക് ഓഫ് യുവർ ക്ലോത്ത്സ് അല്ലേ? ടേക്ക് ഓഫ് യുവർ ക്ലോത്ത്സ്, അല്ലെങ്കിൽ ടേക്ക് ഓഫ് യുവർ ഷർട്ട് എന്ന രീതിയിലായിരിക്കും പറയുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ്, ഷൂസ് ഊരാ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ്. പുട്ട് ഓൺ ദ ഷൂസ് ഇടാൻ പറഞ്ഞ പോലെ തന്നെ ഷൂസ് ഊരാ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ടേക്ക് ഓഫ് യുവർ ഷൂസ് അല്ലേ?
ടേക്ക് ഓഫ് യുവർ ഷൂസ് എന്ന രീതിയിലായിരിക്കും നമ്മൾ പറയുക. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ടിൻ അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് ഞാനിങ്ങനെ താഴെ വയ്ക്കുകയാണ്. അപ്പോൾ ഈ താഴെ വയ്ക്കുന്നതിന് ഞാൻ പറയുന്ന ഫ്രേസൽ വേർബ് എന്ന് പറയുമ്പോൾ പുട്ട് ഡൗൺ എന്നാണ്. ഓക്കെ, താഴെ വയ്ക്കുക, പുട്ട് ഡൗൺ എന്നാണ് ഞാൻ പറയുക. ഇനി അതുപോലെ തന്നെ ഇത് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക പിക്കപ്പ് ആണ്. ഓക്കെ, ഇത് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? പിക്കപ്പ്. ഓക്കെ, പിക്കപ്പ് ദ ബോക്സ്. ഓക്കെ, പിക്കപ്പ് ദ ബോക്സ് എന്ന രീതിയിലാണ് പറയുക. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ബോക്സ് ഞാനിങ്ങനെ ദൂരേക്ക് മാറ്റി വയ്ക്കാം. ദൂരേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുക? ദൂരേക്ക് മാറ്റി വയ്ക്കുക. ദൂരേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസിൽ വേർബ് പുട്ട് അവേ എന്നാണ്. പുട്ട് അവേ. അപ്പോൾ ഞാൻ പറയുകയാണ് ഈ ചെയർ ഒന്ന് ദൂരേക്ക് മാറ്റി വയ്ക്കുക. എങ്ങനെ പറയാൻ പറ്റും? പുട്ട് ദ ചെയർ അവേ, പുട്ട് ദ ചെയർ അവേ, പുട്ട് ദ ചെയർ അവേ എന്നാണ് ഞാൻ പറയുക. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് പറയാം, ടോയ്സ് ഒക്കെ എടുത്ത് ദൂരേക്ക് മാറ്റി വയ്ക്കുക. പുട്ട് യുവർ ടോയ്സ് അവേ, പുട്ട് യുവർ ടോയ്സ് അവേ എന്നായിരിക്കും ഞാൻ പറയുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പുട്ട് വെച്ചിട്ട് നമ്മുടെ ബോഡി ആക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിൽ നമ്മൾ ശരിക്കും ഫിസിക്കൽ ആക്ഷൻ ചെയ്യാണ് ഇവിടെ അല്ലേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ. അതാണിത്. ഇതല്ലാണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുട്ട് വെച്ചിട്ടുള്ള യൂസുകളുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത് നമുക്ക് ഇത്തിരി കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ബോഡി മൂവ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരു പാർട്ടായിട്ട് പറഞ്ഞത്. ഇത് പറയുന്നതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടില്ലേ? ഈ ഒരു ബോക്സ് എൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്നാണോ ഇറ്റ് ഈസ് ബിഹൈൻഡ് മീ എന്നാണോ? ഇതിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഫ്രണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, FRONTLA അതാണ് സ്പെല്ലിങ്, ഫ്രണ്ട്. ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇതെന്താണ്? ഈ ചുമരെന്താണ്? എൻ്റെ ബാക്കിലാണല്ലേ, ബാക്ക് സൈഡാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ബിഹൈൻഡ് മീ. ഓക്കെ, ഇതെൻ്റെ പുറകിലാണല്ലേ, എനിക്കിത് കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കണം അല്ലേ? അപ്പോൾ ഇതെനിക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ബിഹൈൻഡ് മീ എന്നാണ് പറയുന്നത്. നമ്മളിത് പറഞ്ഞപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി.